ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സോ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് രണ്ട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് മക്കളെ അഡ്മിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് എന്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്? ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് ചാപ്റ്റർ ഇതാണ് റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് എന്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്? ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞ കാര്യം സെറ്റ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതും കഴിഞ്ഞ വർഷം ആനുവൽ എക്സാമിന് ചോദിച്ചതും അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററിൽ നിന്നും എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചോദ്യമായാലോ? സെറ്റ് അല്ലേ? 5 മാർക്കിന്റെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ജില്ലാക്കിയിരുന്നോ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. എന്താ മക്കളെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്? അതായത് ബേസിക്കലി ഫണ്ടമെന്റലി ചിന്തിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ വിചാരിക്കാം എയും ബിയും പാർട്ട്നേഴ്സ് ആണ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:1 ആണ്. ഇമാജിൻ ക്ലിയർ. എന്നാൽ എയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 1 lakh rupees ആണ്, ബിയുടെ ക്യാപിറ്റലോ 80,000 rupees ആണ്. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, എയും ബിയും ഒരു ഫേമിന്റെ പാർട്ട്നേഴ്സ് ആണ്. എന്നാൽ എ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് 1 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? എന്നാൽ ബി എന്ന് പറഞ്ഞ പാർട്ട്ണറോ 80,000 കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ 2 പേർക്കും എന്താണ് മക്കളെ? പ്രോഫിറ്റ് തുല്യമാണ്. അത് നോക്കുമ്പോൾ ഒരു ഓക്കെ വൈബാണോ? അല്ല. നിങ്ങൾ നോക്കി നോക്കിയേ, എ 1 ലക്ഷം കൊണ്ടുവന്നിട്ട് എക്ക് എത്ര കിട്ടുന്നത്? ഈക്വൽ പ്രോഫിറ്റാ. ബി 80,000 കൊണ്ടുള്ളൂ, എന്നിട്ട് മൂപ്പർക്ക് എന്തുണ്ട്? ഈക്വൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അതെന്തല്ല, ഒരു എത്തിക്കലി ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടാണെങ്കിൽ ഒന്നെങ്കിൽ 2 പേരുടെയും ക്യാപിറ്റൽ 1 lakh ആക്കി മാറ്റണം. സെറ്റ് ഓക്കെ അല്ലേ? അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? നമുക്ക് എയുടെ ക്യാപിറ്റൽ 80, ബിയുടെ ക്യാപിറ്റൽ 80, വിച്ച് മീൻസ് 2 പേരുടെയും ക്യാപിറ്റൽ ഈക്വൽ ആക്കണം. അപ്പൊ എന്താ പരിപാടി? അപ്പൊ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോക്ക് അനുസരിച്ചുള്ള ക്യാപിറ്റൽ എന്ത് കിട്ടി? 2 ആക്കും കിട്ടി. ഇത് പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോണത്? ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ മക്കളെ? ജില്ലാക്കി ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ച മക്കളെ. ക്വസ്റ്റൻ ഇതാണ്: വൈഷ്ണ ആൻഡ് ദേവിക ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ of 3:2. Okay, so they admit Archana as a new partner with 1/6 share of profit. She introduced ₹30,000 as capital. മക്കളെ, പുതിയ പാർട്ട്ണർ പേരെന്താടാ? അർച്ചന എന്നാണ് പുതിയ പാർട്ട്ണർ പേരിലെ. പറഞ്ഞ കാര്യം ക്ലിയർ. സോ അർച്ചന കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എത്രയാ മക്കളെ? 30,000 രൂപ അർച്ചന കൊണ്ടുവരുന്നുണ്ട്. ആണോടാ? എങ്കിൽ അർച്ചനയ്ക്ക് എത്രയാടാ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊടുക്കുന്നത്? 1/6. മക്കളെ ക്വസ്റ്റ്യൻ ഗിവൺ ആണ് ട്ടാ. ബാക്കി നോക്കാം. ദ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് വർ 80,000 and 65,000 റെസ്പെക്റ്റീവ്ലി. എന്ന് വെച്ചിട്ടാണെങ്കിൽ വൈഷ്ണയുടെ ക്യാപിറ്റലും ദേവികയുടെ ക്യാപിറ്റലും എത്രയാണ്? 80,000 rupees 65,000 rupees ആണ് നിലവിലുള്ളത്. അതാണ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് പറഞ്ഞത്. അതായത് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സിനും ശേഷം, വിച്ച് മീൻസ് അവർക്ക് സാലറി കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തു, എല്ലാ സംഭവവും കൊടുത്തതിന് ശേഷം അവരുടെ ക്യാപിറ്റൽ എത്രയാ മക്കളെ? വൈഷ്ണയുടേത് 80,000, ദേവികയുടേത് 65,000. സെറ്റല്ലേ? ബാക്കി നോക്കാം. ഇറ്റ്സ് എഗ്രി ദാറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വിൽ ബി അക്കോർഡിംഗ് ടു ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എങ്ങനെയായിരിക്കണം? അക്കോർഡിംഗ് ടു ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ആയിരിക്കണം. ജിൽജിലാക്കി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ക്വസ്റ്റിന് ന്യൂ റേഷ്യോ എത്ര? സിമ്പിൾ ആണ്. ഒരു എന്താ പറയാ, കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നോക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവർ ഓൾഡ് റേഷ്യോ 3:2 ആണ്, ന്യൂ റേഷ്യോ 1/6 ആണ് അല്ലേ? അപ്പൊ ന്യൂ റേഷ്യോ എത്ര ആയിരിക്കും ഉണ്ടാവുക? 3:2:1 ആയിരിക്കും ഉണ്ടാവുക ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാവുക. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എടാ, ഇവിടെ അർച്ചനയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ എത്ര? 1/6 അല്ലേ? അപ്പൊ അതിന് റിമൈനിങ് എത്ര? 5. 1/6. എടാ, 6 മുട്ടായിൽ 1 മുട്ടായി അർച്ചന കൊടുക്കാന്ന് പറഞ്ഞു. ബാക്കി എത്ര മുട്ടായി? 5 മുട്ടായി. ആണോടാ? എങ്കിൽ ദേവികയുടെയും വൈഷ്ണയുടെയും കൂട്ടി എത്ര കിട്ടി മക്കളെ? 5 കിട്ടിയില്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ. അപ്പൊ എന്താടാ റേഷ്യോ? 3:2 ഈ 1നെ കൊണ്ട് ചാടിക്കുക. അപ്പൊ എത്രയായി? 3:2:1 വിൽ ബി ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇത് ജിൽജിലാക്കി മനസ്സിലായോ? പരിപാടി കളറാണോ? സെറ്റ് അല്ലേ? സോ ന്യൂ റേഷ്യോ എത്ര കിട്ടി മക്കളെ? 3:2:1 കിട്ടി. എന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? ന്യൂ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യ പരിപാടി ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്യാപിറ്റൽ വൈഷ്ണയുടെയും ദേവികയുടെയുമാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് വൈഷ്ണന്റെയും ദേവികന്റെയും ക്യാപിറ്റൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അർച്ചനയുടെ ക്യാപിറ്റലിന്റെ ബേസിസിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എങ്ങനെ? പുതിയ പാർട്ട്ണർ ആരാ? അർച്ചന. അപ്പൊ അർച്ചന കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാ? 30,000. അർച്ചനയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്ര? 1/6. സോ ഈ ഒരു 3 ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വൈഷ്ണയുടെയും ദേവികയുടെയും ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ. ഇത് മനസ്സിലായോ? വീണ്ടും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യന് പ്രത്യേകം പറയുന്നുണ്ട് ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ ഓഫ് എ വൈഷ്ണ ആൻഡ് ദേവിക. ക്ലിയർ? ദേവികയുടെയും വൈഷ്ണയുടെയും ക്യാപിറ്റൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ക്യാപിറ്റൽ ആണ്. മക്കളെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ക്യാപിറ്റൽ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഹൗ? എങ്ങനെയാണ് ആ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്? നോക്കിക്കോ. ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ പുതിയ പാർട്ട്ണർ
അർച്ചന കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാ? 30,000 അല്ലേ? എങ്കിൽ അർച്ചന കൊണ്ടുവന്ന ക്യാപിറ്റൽ 30,000, 30,000 ഇൻറ്റു അർച്ചനയുടെ ഷെയറിന് റെസിപ്രോക്കൽ എത്ര? അർച്ചനയുടെ ഷെയർ 1/6. നേരെ റെസിപ്രോക്കൽ എത്ര? 6/1. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? സോ 30,000 ഇൻറ്റു 6/1 ദാറ്റ് ഈക്വൽ എത്ര കിട്ടി? 3/6 18, 1,80,000. ഇത് മനസ്സിലായോ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? സംശയം ഉണ്ടോ? അപ്പൊ എന്താ കണ്ടുപിടിച്ചത്? ടോട്ടൽ ക്യാപിറ്റൽ. എങ്ങനെയാണ് ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക? പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഇൻറ്റു അയാളെ ഷെയറിന് റെസിപ്രോക്കൽ. ഹൗ? 6/1 ദാറ്റ് ഈക്വൽ ടു 1,80,000. ഈസ് ആർ ക്ലിയർ? സെറ്റ് അല്ലേ? പരിപാടി കളറല്ലേ? എങ്കിൽ നെക്സ്റ്റ് എടാ ടോട്ടൽ ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരിപാടി ഒന്നുമില്ല. പിന്നെ എന്ത് ചെയ്യാ? എയുടെ ക്യാപിറ്റലും ബിയുടെ ക്യാപിറ്റലും കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്കിൽ എസ് ന്യൂ ക്യാപിറ്റൽ. ഓക്കെ, എങ്ങനെയാണ്? എസ് ന്യൂസ് ക്യാപിറ്റൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എയുടെ പുതിയ ക്യാപിറ്റൽ എത്രയാ മക്കളെ? എയുടെ പുതിയ ക്യാപിറ്റൽ എത്രയാ? നോക്കിക്കോ, 1,80,000 ആണ് എന്ത്? ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ അല്ലേ? എങ്ങനെ? 1,80,000 ആണ് ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ. എങ്കിൽ ഇൻറ്റു എയുടെ പുതിയ ഷെയർ എത്ര? എ എന്ന് പറഞ്ഞ ആരാ മക്കളെ? വൈഷ്ണയാണ് കേട്ടോ. സോ വൈഷ്ണയുടെ പുതിയ ക്യാപിറ്റൽ എത്രയാ? ഇൻറ്റു ന്യൂ റേഷ്യോ 3/6. പറഞ്ഞ കാര്യം ക്ലിയർ? സംശയണ്ട? ഫൈൻ. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? സോ വൈഷ്ണാസ് ന്യൂ ക്യാപിറ്റൽ ഈക്വൽ ടു മക്കളെ എത്ര കിട്ടി നമുക്ക്? 1,80,000 ആണ് ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ ഇൻറ്റു വൈഷ്ണയുടെ ന്യൂ റേഷ്യോ എത്ര കിട്ടി? 3/6 ആണ് വൈഷ്ണയുടെ ന്യൂ റേഷ്യോ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈക്വൽ ടു വി ക്യാൻ സേ ദാറ്റ് 90,000 rupees വിൽ ബി കൺസിഡർഡ് ആസ് എ ന്യൂ ക്യാപിറ്റൽ ഓഫ് വൈഷ്ണ. ക്ലിയർ? ഇനി അതേപോലെ തന്നെ ദേവികയുടെ പുതിയ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? സോ ന്യൂ ക്യാപിറ്റൽ ഓഫ് ദേവിക. ഓക്കെ അല്ലേ? ന്യൂ ക്യാപിറ്റൽ ഓഫ് ദേവിക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ദേവികയുടെ ന്യൂ ക്യാപിറ്റൽ എത്രയായിരിക്കും മക്കളെ? എന്നാ പിടിച്ചോ, 1,80,000, 1,80,000 ആണ് ടോട്ടൽ ക്യാപിറ്റൽ ഇൻറ്റു മക്കളെ ദേവികയുടെ റേഷ്യോ എത്രടാ? 2/6 ആടാ. എങ്കിൽ ഇൻറ്റു 2/6 ദാറ്റ് ഈക്വൽ എത്ര കിട്ടി മക്കളെ? 60,000. ഇത് പറഞ്ഞ കാര്യം മനസ്സിലായോ? പരിപാടി സിമ്പിൾ അല്ലേ? നമ്മൾ എന്താ ചെയ്തിട്ടുള്ളൂ? നമ്മൾ നോക്കി ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിച്ചത്? പുതിയ പാർട്ട്ണർ ആരാണോ അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഇൻറ്റു അയാളെ ഷെയർ റെസിപ്രോക്കൽ. എന്ത് കിട്ടി? ടോട്ടൽ ക്യാപിറ്റൽ കിട്ടി. ടോട്ടൽ ക്യാപിറ്റൽ കിട്ടിക്കാൻ പിന്നെ അടുത്ത പരിപാടി എന്താ? ടോട്ടൽ ക്യാപിറ്റൽ ഇൻറ്റു ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ന്യൂ റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ, വിച്ച് മീൻസ് വൈഷ്ണയുടെ ന്യൂ റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടി? വൈഷ്ണയുടെ പുതിയ ക്യാപിറ്റൽ കിട്ടി. അതേപോലെ ദേവികയുടെ ന്യൂ റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടി? ദേവികയുടെ പുതിയ ക്യാപിറ്റൽ കിട്ടി. ഇനിയാണ് പരിപാടി. ശ്രദ്ധിച്ചു നോക്കി. വൈഷ്ണന്റെ പുതിയ ക്യാപിറ്റൽ 90,000 ആണ്. വൈഷ്ണന്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ട്? 80,000. അയ്യേ, എങ്ങനെ? വൈഷ്ണയുടെ അക്കൗണ്ടിൽ എത്ര ഉണ്ട്? 90,000 വേണം. 90,000 rupees വേണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് എത്രയേ ഉള്ളൂ? 80 ഉള്ളൂ, വിച്ച് മീൻസ് 10,000 rupees കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് മക്കളെ ഡെഫിസിറ്റ് ക്യാപിറ്റൽ. എന്താ വിളിക്കാം? ഡെഫിസിറ്റ്. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, സോ ഡെഫിസിറ്റ് ക്യാപിറ്റൽ ഓഫ് വൈഷ്ണ വിൽ ബി മക്കളെ എത്ര ഉണ്ടാവാ? 10,000. ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായോ മക്കളെ? ഇത്രയേ ഉള്ളൂടാ. ശരിക്കും പുതിയ ക്യാപിറ്റൽ എത്രയാണ്? 90,000, 90,000 rupees അക്കൗണ്ടിൽ വേണം. എന്നാൽ ആക്ച്വലി എത്രയേ കയ്യിലുള്ളൂ? 80,000 rupees മാത്രം ആരെ കയ്യിലുള്ളൂ? വൈഷ്ണയുടെ കയ്യിലുള്ളൂ. പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? വിച്ച് മീൻസ് അതിനർത്ഥം എന്താ? 10,000 കുറവാണെന്നല്ലേ? എടാ 90 വേണം, 80 ഉള്ളൂ, 10,000 കുറവല്ലേ? അതിനെ വിളിക്കുന്ന പേര് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് മീൻസ് കുറവ് എന്നാണ് അർത്ഥം. പറഞ്ഞ കാര്യം ക്ലിയർ? എന്നാൽ ദേവികയുടെ കേസിലേക്ക് നോക്കിയാൽ ദേവികയുടെ അക്കൗണ്ടിൽ 65,000 ആണ് ക്യാപിറ്റൽ ഉള്ളത്. എന്നാൽ ദേവികക്ക് എത്ര മതി? 60,000 മതി. എടാ 60 മതി, പക്ഷെ 65 കയ്യിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 5,000 rupees കൂടുതലാണ്. അത് നമ്മൾ എന്ത് വിളിക്കും? സർപ്ലസ് ക്യാപിറ്റൽ. എന്താ വിളിക്കുക? സർപ്ലസ് ക്യാപിറ്റൽ ഓഫ് ദേവിക വിൽ ബി മക്കൾ എത്ര കിട്ടി? 5,000 rupees. ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ? നോക്കിക്കേ, വൈഷ്ണന്റെ അക്കൗണ്ടിൽ ഫണ്ട് കുറവാണ്. അപ്പോൾ വൈഷ്ണ എന്ത് ചെയ്യണം? ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരണം. ക്ലിയർ അല്ലേ? എന്നാൽ ദേവികയുടെ അക്കൗണ്ടിൽ പൈസ കൂടുതലാണ്, സർപ്ലസ് ആണ്, കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം? പൈസ എടുത്തോണ്ട് പോകണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന ചാലണ്ടർ എന്താ വെച്ചിട്ടാണെങ്കിൽ വൈഷ്ണ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുമ്പോൾ അവിടെ എൻട്രി എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈഷ്ണാസ് ക്യാപിറ്റൽ. ഓക്കെ, ടു വൈഷ്ണാസ് ക്യാപിറ്റൽ എത്ര എമൗണ്ട്? 10,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി നേരെ മറിച്ച് ദേവിക എന്ത് ചെയ്യണം മക്കളെ? ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാം. പറഞ്ഞ കാര്യം ക്ലിയർ? സോ ദേവിക ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ മക്കളെ എന്തായിരിക്കും ചാലണ്ടർ ഉണ്ടാവുക? എന്നാ പിടിച്ചോ, ദേവികാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, ദേവികാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആയിരിക്കും എന്തുണ്ടാവും മക്കളെ? ജേർണൽ. എത്ര എമൗണ്ട്? 5,000 rupees ആണ് കൂടുതലായിട്ടുള്ളത് അക്കൗണ്ടിൽ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കൂടുതലുള്ള 5,000 rupees ബിസിനസ്സിന് എടുത്തുകൊണ്ട് പോകും. അപ്പൊ എന്തായി? 2 പേരെ ക്യാപിറ്റലും അഡ്ജസ്റ്റ് ആയി. ഇത് പറഞ്ഞ കാര്യം മനസ്സിലായോ മക്കളെ? ഇത് പറഞ്ഞ കാര്യം മനസ്സിലായോ? ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ നമുക്ക് സെറ്റ് ആക്കാം. പറഞ്ഞ കാര്യം ക്ലിയർ?
പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ. സോ ജേർണൽ എൻട്രി ഇങ്ങനെയാണ് എഴുതുക. ഇനി നമ്മൾ എന്തും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇതിന്റെ എന്തും കൂടി എഴുതണം മക്കളെ, നമ്മൾ ജില്ലാക്കിയിട്ട് ഇതിനെ നരേഷനും കൂടി എഴുതണം. ഇവിടെ എന്താ എഴുതേണ്ടത്, ദേവികയുടെ കേസിലേക്ക് നോക്കിക്കുകയാണെങ്കിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്, എക്സസ് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ പാർട്ട്ണർ. ക്ലിയർ? എങ്ങനെ എക്സസ് ക്യാപിറ്റൽ കൂടുതലുള്ള ക്യാപിറ്റൽ പാർട്ട്ണർ എടുത്തുകൊണ്ടുപോയി എന്ന് എഴുതണം. ഇനി വൈഷ്ണവയുടെ കേസിലേക്ക് നോക്കിക്കുകയാണെങ്കിലോ ഡെഫിസിറ്റ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പാർട്ട്ണർ. പറഞ്ഞ കാര്യം ക്ലിയർ? ഇത് ഓക്കെ ആണോ? സെറ്റ് അല്ലേ? സോ ഇങ്ങനെയാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? പവർ അല്ലേ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കണ്ടുമുട്ടാം, വീണ്ടും ഏറ്റുമുട്ടാം. സോ താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വളരെ ടീം സൈലം നിങ്ങളുടെ കൂടെ എപ്പോഴും. ഓൾ ദ ബെസ്റ്റ്.